സംഗിണി സുജയ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളെക്കുറിച്ച് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, അവർ പോസിറ്റീവും പറയും. അതേന്നേ, അത് സുജയെക്കുറിച്ചല്ല, ആരായിരുന്നാലും ശരി, നല്ല കാര്യങ്ങൾ, സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരെക്കുറിച്ച് പോസിറ്റീവ് തന്നെ പറയും. അതിനി ഏത് സ്മൃതി പരുത്തിക്കാണോ ഏത് സംഘടിയായിരുന്നാലും ശരി, നല്ലതിനെ നല്ലതെന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സൈബർ മേഖലയിൽ നിൽക്കുന്നവരുടെ രീതി. എന്തായാലും സുജയ് ഇത് പറയുമ്പോൾ സൈബർ മേഖലയിലുള്ളവർക്ക് ഒരു പൊൻതൂവൽ തന്നെയാണ്. കാര്യം ഇടത് സൈബർ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് ഞങ്ങൾ ഉൾപ്പെടെ, വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുജയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. സുജയ ചില കാര്യങ്ങളിൽ പക്ഷം ചേരുമ്പോൾ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. എന്ന് കരുതിക്കൊണ്ട് സുജയ പറഞ്ഞ നല്ല കാര്യങ്ങളെ ജനങ്ങളെ കേൾപ്പിക്കാതിരുന്നിട്ടില്ല, അതും കേൾപ്പിച്ചിട്ടുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്കും മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്കും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷം ചേരലല്ല, യാഥാർത്ഥ്യം പറയലാണ്. ഇടതുപക്ഷത്തെ അനുകൂലിക്കണമെന്നോ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണമോ എന്നൊന്നും ഒരിക്കലും സുജയോട് ആവശ്യപ്പെടാനും പോകുന്നില്ല. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ട് ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ ഇനിയും വിമർശിക്കും. പക്ഷേ സുജയ്ക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്, സുജയ നല്ലത് പറഞ്ഞ സന്ദർഭത്തിൽ സുജയെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്ത കൊടുത്തിട്ടുണ്ടെന്ന്. സ്വാഭാവികമാണ്, അതിൽ രാഷ്ട്രീയമല്ല നോക്കാറുള്ളത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജത്തരം സൃഷ്ടിച്ച് വ്യാജത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സുജയ പറഞ്ഞ കാര്യങ്ങളെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചെന്നിരിക്കാം. പക്ഷേ സത്യം സുജയ്ക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഇടത് സൈബർ മേഖലയിലുള്ളവർ അങ്ങനെ വെറുതെ വിമർശിക്കുന്നതല്ല, അത് കൃത്യമായിട്ട് ചില ഉദ്ദേശശുദ്ധികൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കും. അത് ഇനിയും തുടരും, ഒരു സംശയവും വേണ്ട. എന്ന് കരുതിക്കൊണ്ട് സമൂഹത്തിന് ഗുണമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച്, സൈബർ മേഖലയിലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യത്തെക്കുറിച്ച് ഇതുപോലെ സമൂഹത്തോട് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്ത നല്ല പ്രവൃത്തി എന്ന് തന്നെ പറയും. ഇടതുപക്ഷത്തിൻ്റെ സൈബർ മേഖലയെന്ന് സംഘടിക്ക് പോലും ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വിമർശിക്കുന്നവനോടൊപ്പം തന്നെ പറയുന്നതും ചെയ്യുന്നതും നല്ല കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ കാട്ടിക്കൊടുത്ത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ അഭിപ്രായം കേൾപ്പിച്ചുകൊണ്ടും ഈ വ്യക്തിയിൽ ചില കാര്യങ്ങളിൽ നല്ലതുണ്ടെന്ന് തുറന്നു കാട്ടിക്കൊടുക്കും. ആ നിലയ്ക്ക് രൂക്ഷമായ വിമർശനത്തോടൊപ്പം തന്നെ പോസിറ്റീവുകൾ പറഞ്ഞതിൽ സുജയ സംതൃപ്തയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കേട്ടത്. ഒരു സംഘപരിവാർ അനുകൂലി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിന്റെ സൈബർ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ അംഗീകാരമാണ്. കാര്യം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലത് പറയുമെന്ന് മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആരും നിർബന്ധിച്ച് പറയിക്കുന്നതല്ലല്ലോ, ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സൈബർ മേഖല അവലംബിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ വാചകം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.